അപ്പോൾ കൊറോണ പിന്നെയും തിരികെ വന്നു, പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞതിൽ പലർക്കും ആശങ്കയുണ്ട്, പേടിയുണ്ട്. അപ്പോൾ ആരും ഭയക്കുന്ന രീതിയിൽ, തീവ്രമായ രീതിയിലൊന്നും അല്ല അത് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലരും പേടിച്ചിട്ട് പ്രതിരോധ ശേഷി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വൈറ്റമിൻ സിയും ഡിയും ഇയും കാൽഷ്യവും എങ്ങനെയാണോ എന്തൊക്കെയാണോ അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്, വെപ്രാളവും പരവേശമൊക്കെ ഉണ്ട്. അത് ഒരിക്കലും നിങ്ങൾ അതുകൊണ്ട് പോയി നിങ്ങളുടെ സെൽഫായിട്ട് മരുന്ന് മേടിച്ച് കഴിക്കരുത്. അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി നല്ല രീതിയിലുള്ള ഒരു വൈറ്റമിൻ ആയിരിക്കും. വൈറ്റമിൻ സി ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യമായി കൂടുതലായിട്ട് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ പിന്നെയും വൈറ്റമിൻ സി എടുക്കുമ്പോൾ അമിതമായിട്ട് എന്ത് സാധനം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയെ പ്രതിരോധമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ, അതുപോലെ വൈറ്റമിൻ ഡി ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അത് നമ്മൾ പിന്നെ മേടിച്ച് കഴിക്കുമ്പോൾ എന്ത് പറ്റും, അധികമാകും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊന്നും നിങ്ങൾ സെൽഫായിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വാങ്ങി കഴിക്കരുത്. ഇതൊക്കെ മരുന്നാണ്. ഞാൻ പലവട്ടം